ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇറിഡിസൻ ഷാർക്ക് കാറ്റ്ഫിഷിനെ കുറിച്ചാണ്. ഈ പേര് കേട്ടപ്പോൾ പെട്ടെന്ന് ആർക്കും മനസ്സിലായി കാണില്ല, ഇത് നമ്മുടെ ആസാം വാളയാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, ഇത് ഭക്ഷണാവശ്യങ്ങൾക്കൊക്കെ നമ്മൾ വളർത്തി അതുപോലെ തന്നെ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ആസാം വാള എന്ന് പറയുന്നത്. ഇതിനെ അലങ്കാര ആവശ്യങ്ങൾക്കായിട്ടും വളർത്തുന്നവരുണ്ട്. ഫിഷ് ടാങ്കുകളിലൊക്കെ ഹോബിക്കായിട്ടും വീടിൻ്റെ ഫ്രണ്ടിലുള്ള ടാങ്കുകളിൽ പോണ്ടുകളിലൊക്കെ ഇതിനെ വളർത്തുന്നുണ്ട്. ഈ ഒരു മീനിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയിനായിട്ടും ഇവരുടെ ഒറിജിൻ, അതുപോലെ തന്നെ സൈസ്, ഗ്രോത്ത്, ടാങ്ക് റിക്വയർമെൻറ്റ്സ്, വാട്ടർ പാരാമീറ്റേഴ്സ്, അതുപോലെ തന്നെ ടാങ്ക് മെയ്റ്റ്സ്, ഫീഡിങ്, ഡയറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. അസുഖങ്ങൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആസാം വാളയാണ് ഇറിഡിസൻ ഷാർക്ക് കാറ്റ്ഫിഷ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പാൻഗേഷ്യസ് ഹൈപ്പോതലാമസ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇതിനെ പാൻഗേഷ്യസ് എന്നും പറയാറുണ്ട്. ഇറിഡിസൻ ഷാർക്ക് കാറ്റ്ഫിഷ് എന്ന പേര് വരാൻ കാരണം ഇവരുടെ ശരീരത്തിൽ ഒരു തിളക്കമുണ്ട്. ഇറിഡിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളക്കത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തിളക്കമുള്ള ഒരു ബോഡി എന്ന അർത്ഥത്തിലാണ് ഇറിഡിസൻ ഷാർക്ക് കാറ്റ്ഫിഷ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇത് കാറ്റ്ഫിഷ് ഫാമിലിയിൽ പെടുന്ന ഒരു മീനും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ശരീരം ഷാർക്കിൻ്റെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഷാർക്ക്, അതായത് ഇറിഡിസൻ ഷാർക്ക് കാറ്റ്ഫിഷ്, ആ ഷാർക്ക് എന്നുള്ള പേര് വരാൻ കാരണം. പിന്നെ അക്വേറിയം ഷോപ്പുകളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇതിനെ ഷാർക്ക്, ബ്ലാക്ക് ഷാർക്ക് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് വളരെ കൃത്യമായിട്ടുള്ളൊരു പേരല്ല. പെറ്റ് ഷോപ്പുകളിൽ നമ്മൾ രണ്ട് വെറൈറ്റിയാണ് മെയിനായിട്ട് കാണാറുള്ളത്. ഒന്ന് ബ്ലാക്ക് ആണ്, രണ്ടാമത്തെ വൈറ്റ് ആണ്. വൈറ്റ് എന്ന് പറയുമ്പോൾ ആൽബിനോ ആണ്, തെറ്റിദ്ധരിക്കരുത്. വൈറ്റ് ആണ്, ആൽബിനോ അല്ല. വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബോഡി, ബ്ലാക്ക് കൈ ആണ്. ആൽബിനോയും വരുന്നുണ്ട്, പക്ഷേ ആൽബിനോ നമ്മൾ അധികം പെറ്റ് ഷോപ്പുകളിൽ കണ്ടിട്ടില്ല. ഈ മീനുകളുടെ ഒരു മെയിൻ പ്രത്യേകത മറ്റ് പല കാറ്റ്ഫിഷുകൾക്കും ഉള്ളതുപോലെ തന്നെ ഇവർക്കും അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാൻ പറ്റും. എയർ ബ്രീതേഴ്സ് ആണ്. ഈ ഒരു മീനിൻ്റെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള തായ്ലൻഡ്, വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മീനിനെ അക്വേറിയം ഹോബിയിലും അതേപോലെ തന്നെ ഭക്ഷണാവശ്യങ്ങൾക്കായിട്ടും വളർത്താറുണ്ട്. നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ ഇവർ വെക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഏകദേശം 3 മുതൽ 4 അടി വരെയാണ്. അതേസമയം ടാങ്കുകളിൽ, പോണ്ടുകളിലൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ഇവർ വെക്കുന്ന മാക്സിമം സൈസ് ഏകദേശം 2 അടിയാണ്. ഈ ഒരു മീൻ വളരെ ഫാസ്റ്റായിട്ട് വളരുന്നൊരു മീനാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വലിയ ടാങ്ക് സ്പേസ് തന്നെ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് എയറേഷൻ നിർബന്ധമല്ല. എങ്കിലും നമ്മൾ എണ്ണത്തിൽ കൂടുതലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ വെള്ളം കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് എയറേഷൻ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അക്വേറിയങ്ങളൊക്കെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ ചാടുന്ന മീനുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ നിഴലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില്ലിലൊക്കെ ചെന്ന് ഇവർ ഇടിക്കാറുണ്ട്. അതുകൊണ്ട് ഇവർ അക്വേറിയങ്ങളൊക്കെ വളർത്താമെങ്കിലും അക്വേറിയത്തിൽ അത്ര സൂട്ടബിൾ അല്ല. വലിയ സ്പേസിലൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ടാങ്കുകൾ തന്നെയാണ് നല്ലത്. ടാർപോളിൽ ഉപയോഗിച്ചുള്ള ടാങ്കുകൾ, അല്ലെങ്കിൽ സിമൻറ്റ് ടാങ്കുകൾ, റിങ്ങുകൾ, അതുപോലെ തന്നെ പോണ്ടുകൾ ഒക്കെ ഇവരെ വളർത്താനായിട്ട് വളരെ സ്യൂട്ടബിൾ ആണ്. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മീനുകളായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നല്ല രീതിയിൽ ഫിൽട്രേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതാണ്. അതില്ലാത്ത സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു 30% വെള്ളം മാറ്റി കൊടുക്കുക. ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 22 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ pH മെയിൻറ്റെയിൻ ചെയ്യേണ്ട റേഞ്ച് എന്ന് പറയുന്നത് 6.5-നും 7.5-നും ഇടയ്ക്കാണ്. വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫിൽട്രേഷൻ സിസ്റ്റം വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി നമ്മളൊരു 30-40% വെള്ളം മാറ്റി കൊടുക്കുക. പിന്നെ ഇവരുടെ കൂടെ ഇടാൻ പറ്റുന്ന ടാങ്ക് മെയ്റ്റ്സ് ആയിട്ട്, അതായത് മറ്റ് മീനുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ കൂടെ ഇടാൻ പറ്റിയ മറ്റ് മീനുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയൻറ്റ് ഗൗരാമി, അതുപോലെ തന്നെ ടിൻഫോയിൽ ബാർബ്, സെവറം, അതുപോലെ തന്നെ ആൽബിനോ, പ്ലെക്കോ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സക്കർ കാറ്റ് ഫിഷുകൾ, പിന്നെ സിൽവർ ഡോളർ ഫിഷ്, ഇതൊക്കെയാണ് സാധാരണ പൊതുവേ പറയുന്ന ടാങ്ക് മെയ്റ്റ്സ്. ജയൻറ്റ് ഗൗരാമി അതുപോലെ തന്നെ ടിൻഫോയിൽ ബാർബുകളൊക്കെ സ്യൂട്ടബിളായിട്ട് വരുന്നതാണ്. പക്ഷേ ഇവരൊക്കെ ഒരുമിച്ച് ഇടുമ്പോൾ ടാങ്കിന് അത്യാവശ്യം നല്ല സൈസ് വേണം. ഇവർ പരസ്പരം അത്യാവശ്യം നല്ല രീതിയിൽ ഒത്തുപോകുന്ന മീനുകളാണ്. ടാങ്കിന് സൈസ് വേണമെന്ന് പറയാൻ കാരണം ഈ ആസാം വാള തന്നെ അത്യാവശ്യം നല്ല സൈസ് വെക്കുന്ന മീനാണ്. അതുപോലെ തന്നെ ജയൻറ്റ് ഗൗരാമി നല്ല സൈസ് വെക്കുന്ന മീനാണ്. ടിൻഫോയിൽ ബാർബുകളാണെങ്കിലും അത്യാവശ്യം സൈസ് വെക്കുന്ന മീനുകളാണ്. അതുകൊണ്ടാണ് ടാങ്കിന് അത്യാവശ്യം നല്ല സൈസ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇറിഡിസൻ ഷാർക്ക് കാറ്റ്ഫിഷുകൾ, അല്ലെങ്കിൽ പാൻഗേഷ്യസ്, അല്ലെങ്കിൽ ആസാം വാള എന്ന് പറയുന്ന മീനുകളുടെ കൂടെ ചെറിയ മീനുകളെയും നമ്മൾ ഇടാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ വായിലൊതുങ്ങുന്ന മീനുകളൊക്കെ അവർ തിന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ നേരത്തെ ഒരുമിച്ചിടാമെന്ന് നമ്മൾ പറഞ്ഞില്ലേ കുറേ മീനുകളെ, ആ മീനുകളെല്ലാം നമ്മൾ ഒരുമിച്ചിടുമ്പോൾ ഏകദേശം ഒരേ സൈസിലായിരിക്കുന്നതാണ് നല്ലത്. പല സൈസിലുള്ളതിന് ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരേ സൈസിനുള്ളതിനെ നോക്കി മേടിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡുകളെ കുറിച്ചാണ്. ഇവർ ഓംനിവോറസ് ആണ്, അതായത് സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും കഴിക്കും. അതിന് മുമ്പ് ഇവർ നല്ല രീതിയിൽ പെല്ലറ്റ് ഫുഡ് കഴിക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ നിങ്ങൾക്ക് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യാം. പെല്ലറ്റ് ഫുഡ് പല സൈസുകളിൽ നമുക്ക് പെറ്റ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അത് വാങ്ങി ഫീഡ് ചെയ്താൽ മതി. ഇനി നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ സൈസ് അനുസരിച്ച് ചെറിയ സൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എർത്ത് വേംസ്, മണ്ണിരകളെ, അതുപോലെ തന്നെ ബ്ലഡ് വേംസ്, BSF ലാർവ, പിന്നെ നമുക്ക് ചെമ്മീൻ കൊടുക്കാം. അതുപോലെ തന്നെ മീനുകളുടെ, അതായത് വലിയ സൈസുള്ള മീനുകളുടെ മാംസം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഫാറ്റ് കൂടുതലുള്ള മീനുകളെ അല്ലെങ്കിൽ മാംസം ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിക്കൻ്റെ വേസ്റ്റ് പല ആൾക്കാരും കൊടുക്കാറുണ്ട്, എങ്കിലും അത് സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റേപ്പിൾ ഡയറ്റ് അല്ല. വെള്ളം വളരെ പെട്ടെന്ന് തന്നെ മോശമാവും. ഒക്കേഷണലായിട്ട് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചിക്കൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഓവർ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം വരും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക. ഇവർ സസ്യാഹാരങ്ങൾ കഴിക്കുന്ന മീനുകളാണെങ്കിലും എല്ലാവരും ഇത്തരത്തിലുള്ള വെജിറ്റേറിയൻ ഫുഡൊന്നും ഇവർക്ക് ഫീഡ് ചെയ്യാറില്ല. എങ്കിലും ചെറിയ പ്രായത്തിലൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചേമ്പില, ഇലവർഗ്ഗങ്ങൾ പോലുള്ള സംഭവങ്ങൾ കഴിക്കാറുണ്ട്. പക്ഷേ പെറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പീസുകളാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ നോൺ വെജ് അല്ലെങ്കിൽ പെല്ലറ്റ് ഫുഡ് ആയിരിക്കും കഴിക്കുന്നത്.
പിന്നെ ഫീഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഫീഡ് ചെയ്യാം ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസം ഇടവിട്ട് ഫീഡ് ചെയ്യാം. പെല്ലറ്റ് ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഫീഡ് ചെയ്യാം കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട്. അതുപോലെ തന്നെ പെല്ലറ്റ് ഫുഡ് നമുക്ക് ഓരോ ദിവസം ഇടവിട്ടും കൊടുക്കാം. പക്ഷേ നോൺ വെജ് ഫുഡുകളാണ് റെഗുലറായിട്ട് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 തവണ മാത്രം മാക്സിമം ഫീഡ് ചെയ്താൽ മതി. കാരണം അത് ഡൈജസ്റ്റ് ആവാനായിട്ട് സമയമെടുക്കും. നമ്മളിപ്പോൾ ചെയ്ത ഒരു ജനറൽ വീഡിയോ ആയിരുന്നു ഈ ഒരു ആസാം വാളകളെ കുറിച്ച്. ഇവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഫുഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ വേറെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. ഇതുപോലെ തന്നെ വേറെ മീനുകളുടെയും വീഡിയോ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അരപ്പയ്മ, എരവാന, അതുപോലെ തന്നെ റെഡ് ടെയിൽ കാറ്റ് ഫിഷ്. ഇതൊക്കെ നമ്മൾ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. പിന്നെ നാച്ചുറലായിട്ട് ഇവരുടെ ബ്രീഡിങ് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കൂടുതലും ഹോർമോൺ ഇഞ്ചക്ട് ചെയ്തൊക്കെയാണ് ഇവരെ ബ്രീഡ് ചെയ്യിക്കുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല സൈസ് വയ്ക്കുന്ന ഒരു മീനാണ്. അതുപോലെ തന്നെ പെല്ലറ്റ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കും. പിന്നെ ഇവർക്ക് ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടാങ്കിൻ്റെ സ്പേസ് അല്ലെങ്കിൽ സൈസാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇവരുടെ കൂടെ ഇടാൻ പറ്റിയ മറ്റ് മീനുകളിൽ കുറച്ച് മീനുകളെ ഞാൻ വിട്ടുപോയി. നമ്മുടെ പാക്കു അല്ലെങ്കിൽ നട്ടർ എന്ന് പറയുന്ന മത്സ്യം, അതുപോലെ തന്നെ അത്യാവശ്യം സൈസ് വയ്ക്കുന്ന മോൺസ്റ്റർ ഫിഷുകളുടെ കൂടെയൊക്കെ ഇവരെ ഇടാം.